ഷമീറെ, ഈ പോളി ഹൗസ് ഫാമിങ് നഷ്ടത്തിലാണെന്നൊക്കെ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഷമീർ 6 വർഷമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതും ഷമീറെ, ഈ വെർട്ടിക്കൽ ഫാമിങ് സെലക്ട് ചെയ്ത് എന്തുകൊണ്ട്? ഷമീറെ, സമ്മർ ക്രോപ്പാണല്ലോ തണ്ണിമത്തൻ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ കേരളത്തിൽ ഒരു വർഷത്തിൽ എത്ര തവണ നമുക്കിത് വിളവെടുക്കാം? ഇന്നത്തെ കാലത്ത് നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃഷി വീടുകൾ ഉണ്ടാക്കുന്ന ഒരു കൃഷിയാണ്. അപ്പൊ അത് നോക്കിയപ്പോൾ നമ്മുടെ സ്ഥലം ഇല്ലാതായി. അപ്പൊ അങ്ങനെ റൊട്ടേഷൻ ഓഫ് ക്രോപ്പാണോ അതോ പിന്നെ ഒരേ ഇനം തന്നെ ചെയ്യുന്നതാണോ പോളി ഹൗസിൽ നല്ലത്? JC സ്വീഡിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് ഞാനിപ്പോഴുള്ളത്. കൃഷിഭൂമി ചുരുങ്ങി വരുന്ന ഇക്കാലത്ത് വെർട്ടിക്കൽ ഫാമിങ്ങിലൂടെ മികച്ച വരുമാനം നേടുന്ന ഒരു യുവ കർഷകനെ നമുക്ക് പരിചയപ്പെടാം. രണ്ടായിരത്തി 20 കേരള സംസ്ഥാന ഹൈടെക് ഫാർമർ അവാർഡ് നേടിയ ഷമീറാണ് ഇന്ന് നമ്മോടൊപ്പം. ഹലോ ഷമീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമാണോ? സുഖം. എത്ര വർഷമായി ഷമീറെ കൃഷി ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട്? ഞാൻ 8 വർഷത്തിന് മുകളിലായി കൃഷിയിലോട്ട് വന്നിട്ട്. ഇവിടെ ആയിരുന്നോ ആരംഭം? ഇവിടെ തന്നെയാണ്. ഈ പോളിയൂസിന് മുമ്പ് ഇതൊരു എന്താ വെച്ചാൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടല്ല കിടന്നത്. ഇവിടെ നമ്മുടെ യഥാർത്ഥ ഒരു കൃഷി സ്ഥലമായിരുന്നു, തെങ്ങ് കൃഷിയായിരുന്നു. എൻ്റെ ഉപ്പാപ്പ എൻ്റെ പഴയ കാലം മുതൽ തെങ്ങ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. ഒരു സമയത്ത് ഇത് നോക്കാനല്ലാതെ വന്നു നശിച്ചു കിടന്ന സമയത്ത് ഞാനിവിടെ നമുക്ക് വെളിയിൽ ഞാൻ പല ജോലിയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്ഥലത്ത്, അതായത് നമ്മൾ ഈ വെളിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നെങ്കിലും നമ്മുടെ സ്വന്തം സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ആശയത്തോടു കൂടിയാണ് ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പ് വന്നത്. ഇവിടെ എത്തി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനെയൊക്കെ തീർത്തുകൊണ്ട് മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ട് ഞാൻ ചീര കൃഷിയിലാണ് ആദ്യം തുടങ്ങുന്നത്. ചീര കൃഷി എന്ന് പറഞ്ഞാൽ ഒരു 1.5 സെന്റിൽ ഒരു ഏകദേശം ഒരു 8000 രൂപയുടെ ചീര ഞാൻ വിറ്റു. 1.5 സെന്റിൽ. അപ്പൊ അത് ഞാൻ അങ്ങനെയാണ് ഈ കൃഷി ഒരു ചെറിയൊരു കാര്യമല്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു വളരെ സന്തോഷം. അപ്പൊ അങ്ങനെ വന്ന ഒരു ആശയം പിന്നെ എനിക്ക് ഈ ഒരു ഹൈടെക്കിലോട്ട് വരാനുള്ള ഒരു പ്രചോദനം. ഷമീർ, ഏതൊക്കെ ഇനങ്ങളാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്? ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കുക്കുംബറാണ്, ഇംഗ്ലീഷ് കുക്കുംബർ എന്ന് പറയും. അതുപോലെ നമുക്ക് പാവല് ചെയ്യുന്നുണ്ട്. പാവല് സാധാരണ എപ്പോഴും ചെയ്യാറില്ല. ഇതിപ്പോ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു പുതിയൊരു വെറൈറ്റിയാണ്. നമ്മുടെ പ്രകൃതിയും പ്രജനി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പുതിയ ഗൈനീഷ്യസ് ടെക്നോളജി കൊണ്ട് കൂടുതൽ പെൺപൂക്കൾ വരുന്ന ഒരു ഇനമാണ്. അപ്പൊ അത് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും ഒരു ഫ്ലോട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യും. ഇത്തവണ 2 പരീക്ഷണം നടത്തുന്നുണ്ട്. അതിലൊന്ന് തണ്ണിമത്തനും കൂടെയാണ്. അതും നമ്മുടെ ഉള്ളില് പഞ്ച് യെല്ലോ മഞ്ച് വരുന്ന. പിന്നെ തണ്ണിമത്തൻ, പാവൽ, ഇത് കൂടാതെ കുക്കുംബർ, പിന്നെ ഇപ്പൊ നമ്മള് പാലക് ചീര ചെയ്യുന്നുണ്ട്, ജെർജർ ചെയ്യുന്നുണ്ട്. വെണ്ട അപ്പുറത്ത് ഞാൻ കണ്ട. പിന്നെ പുറത്ത് നമ്മുടെ പുറത്തോട്ട് എന്ന് പറയുമ്പോ വെണ്ട ചെയ്യുന്നുണ്ട്. ഹൈടെക്കിലല്ല, അതും വെർട്ടിക്കൽ രീതി തന്നെയാണ്. പിന്നെ പപ്പായ ചെയ്യുന്നുണ്ട്. ഓക്കെ ഷമീറെ, ഈ വെർട്ടിക്കൽ ഫാമിങ് സെലക്ട് ചെയ്ത് എന്തുകൊണ്ട്? അത് ഒരു കാരണം വേറൊന്നുമില്ല, നമ്മുടെ കേരളത്തില് സ്ഥലപരിമിതി കുറവാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃഷി വീടുകൾ ഉണ്ടാക്കുന്ന ഒരു കൃഷിയാണ്. അപ്പൊ അത് നോക്കിയപ്പോൾ നമ്മുടെ സ്ഥലം ഇല്ലാതായി. അപ്പൊ അങ്ങനെ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യാമെന്നുള്ളൊരു ആശയമാണ് ഈ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിലുപരി നമുക്ക് എന്താ പറയാൻ, നമ്മുടെ കേരളത്തിൽ മഴ കൂടുതലാണ്. അങ്ങനെ ക്ലൈമറ്റിന്റെ ഒരു ചേഞ്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു മേഖലയാണ് പോളി ഹൗസ്. ഒന്നുകൂടെ ചോദിച്ചോട്ടെ ഷമീറെ, ഈ വെർട്ടിക്കൽ ഫാമിങ് എല്ലാവർക്കും ഇപ്പോൾ പോളി ഹൗസ് നിർമ്മിക്കാനുള്ള സാമ്പത്തികം കാണില്ല, അറിയാമല്ലോ കേരളത്തിലെ പല ജനവിഭാഗത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ വെർട്ടിക്കൽ ഫാമിങ്ങും പോളി ഹൗസ് അല്ലാതെ, പോളി ഹൗസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതിൽ ഈ തണ്ണിമത്തൻ അതുപോലുള്ള വെറൈറ്റി ചെയ്യാൻ പറ്റും? നമുക്ക് തണ്ണിമത്തൻ പോളി ഹൗസിൽ ചെയ്യുന്ന ഒരു വെറൈറ്റി അല്ല, ഞാൻ അതിനെ പരീക്ഷിച്ചതാണ്. നമുക്ക് അതിനെ എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. ചില കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സൈഡ് എപ്പോഴും ഒരു പരീക്ഷണശാലയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തണ്ണിമത്തൻ വെർട്ടിക്കലായിട്ട് കണ്ടിട്ടുള്ളത്. വിദേശത്തൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് അതിനൊരു പ്രത്യേക പരിചരണം കൊടുത്താൽ മാത്രമേ നമുക്ക് തണ്ണിമത്തനൊക്കെ ഇങ്ങനെ നിർത്താൻ പറ്റും. അത് നമ്മൾ കാണാമല്ലോ, ഇത് ഹാങ് ചെയ്താൽ നിർത്തിയിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് ഒരു കായ്ക്ക് തന്നെ 3 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് താങ്ങാവുന്ന രീതിയിൽ അത് ഹാങ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നിർത്താനും പറ്റൂ.
എങ്കിലും ഇത് കൂടുതൽ ഇനി അടുത്തത് ഒരു 100 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എത്ര മൂട് തണ്ണിമത്തൻ നടാൻ പറ്റും? 100 സ്ക്വയർ ഫീറ്റിൽ ഒരു 100, 150 വരെയുള്ള വെറൈറ്റി ചെയ്യാൻ പറ്റും. 180 മൂട് ചെയ്യാൻ പറ്റും. അത് 100 സ്ക്വയർ ഫീറ്റിൽ 180 വരെ. അത്രയും അവരെ പരിചരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ നല്ലപോലെ ക്രിയാത്മകമായി നോക്കി ചെയ്താൽ 150 ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാവല് 100 സ്ക്വയർ ഫീറ്റിലെത്തും. അതും ഏകദേശം അത്രയും ചെയ്യാം. ഞാനിപ്പോ ഇതിന്റെ അകത്ത് എല്ലാം 40 സെന്റ് അകലത്തിലാണ് ഒരു ചെടി വെച്ചത്. അത് 2 ചെടികൾ തമ്മിൽ 40 സെന്റ് അകലത്തിലാണ് വെച്ചത്. അപ്പൊ നമുക്ക് ഒരു ലൈനിൽ തന്നെ ഒരു 35 ചെടി ഇതിനകത്തുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെടിയിൽ 65 ചെടി വരെ വരുന്നുണ്ട്. പാവലും സെയിം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കുക്കുംബർ എത്ര വരും? കുക്കുംബറും സെയിം. ഇപ്പൊ ഞാൻ ഇവിടെ 40ഉം 50ഉം സെന്റിമീറ്റർ ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിൽ നമ്മൾ കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്ന ആശയമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് ടോട്ടലി 2500 വിത്ത് വെക്കാൻ പറ്റും. ഈ 1000 സ്ക്വയർ മീറ്റർ 1000 സ്ക്വയർ മീറ്ററിൽ 2500 നമുക്ക് ചെടികൾ വെക്കാം. ഷമീറേ, സമ്മർ ക്രോപ്പ് ആണല്ലോ തണ്ണിമത്തൻ. അപ്പൊ നമ്മുടെ കാലാവസ്ഥയിൽ കേരളത്തിൽ ഒരു വർഷത്തിൽ എത്ര തവണ നമുക്കിത് വിളവെടുക്കാൻ പറ്റും? കേരളത്തിന്റെ അവസ്ഥയിൽ ഒരു സീസണേ ഉള്ളൂ, നമ്മുടെ സമ്മർ സീസൺ തന്നെ. അപ്പൊ പോളിഹൗസിലാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ചെയ്യാം. മഴ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിന്റെ അകത്ത് നനയത്ത് നമുക്ക് എപ്പോഴാണോ ഇതിന്റെ അത് ചെയ്യാൻ പറ്റും. മാർക്കറ്റിന് അനുസരിച്ച് നമുക്ക് ഇതിന്റെ അകത്ത് പോളിഹൗസിലായതുകൊണ്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമുക്കൊരു 3 ക്രോപ്പ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ഇവർക്ക് വേണ്ടത് വെയില് വേണം. നമുക്ക് സമ്മറിൽ ഓക്കെയാണ്. ബാക്കിയുള്ള കാലാവസ്ഥയിൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ഇതുപോലെ വീൽഡ് കിട്ടണമെന്നില്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ചെയ്യും. നമ്മൾ കേരളത്തിലെ ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ഏത് വെറൈറ്റിയാ ഷമീർ നട്ടിരിക്കുന്നത്? ഇത് ആരോഹിയുടെ യെല്ലോ മഞ്ചാണ്. യെല്ലോ ആണ്. നമുക്ക് മുറിച്ച് കാണിക്കാം ലാസ്റ്റ്. ശരി. അപ്പൊ ഇതിന്റെ വിത്ത് എവിടുന്ന്? ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഞാൻ സാധാരണ എല്ലാ വിത്തുകളും എടുക്കുന്ന പൂനെന്നാണ് എനിക്ക് കുക്കുംബറിന്റെ വിത്തൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വെറൈറ്റി KPCH1 ഞാൻ ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്. യൂണിവേഴ്സിറ്റിയുടെ ഒരു വെറൈറ്റി നമുക്ക് നിലവിലുണ്ട്. നമുക്ക് താങ്ങുന്ന രീതിയിലുള്ള വിലയും നല്ലൊരു ടേസ്റ്റും ഉള്ള ഒരു വെറൈറ്റി. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റുള്ള വിത്ത് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു വിത്തിന് 1 രൂപ ഉള്ളെങ്കിൽ നമുക്കിപ്പോ ഞാൻ അല്ലാതെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിത്തിന് 8 രൂപ വരെ വിലയുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഒരു വിത്തിന് 2.5 രൂപ. 2.5 രൂപ. ഓക്കെ. ഷമീറേ, നമ്മൾ ഇത്രയും പോളി ഹൗസിലൊക്കെ വളരെ കഷ്ടപ്പെട്ടത് ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് വിത്ത് എടുത്താൽ പറ്റില്ലേ? മാഡം, വിത്ത് നമുക്ക് ഈ ഒരു സെയിം ക്വാളിറ്റി കിട്ടണമെന്നില്ല. കാരണം F1 വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയുള്ള വിത്തുകൾ നമുക്ക് അതേ ജെർമിനേഷൻ പവറും അതേ ക്വാളിറ്റിയും കിട്ടത്തില്ല. ചിലപ്പോൾ വിത്ത് മുളയ്ക്കുമായിരിക്കും, കായ്ക്കുമായിരിക്കും. പക്ഷെ ഇതേ ഒരു ലെവലിൽ ഹാർവസ്റ്റിംഗും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മുടെ F1 വിത്തുകളെല്ലാം പുറത്ത്, അതായത് ഓരോ തവണ ചെയ്യുമ്പോഴും പുതിയ വിത്ത് എടുത്താണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുക്കുംബർ വിത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേക ഒരു രീതിയിൽ അവർ ചെയ്തെടുക്കുന്നതാണ്. ഇല്ല, ഇത് വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമുക്കിത് ആ വിത്തെടുത്ത് ചെയ്ത് നമ്മൾ ഫ്ലോപ്പായ നമ്മളെ ദിവസം പോയി, സമയം പോയി, കാശ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നാടൻ ചെയ്യാം. പക്ഷെ പോളിഹൗസിൽ പ്രത്യേകിച്ച് നമ്മൾ നാടൻ ചെയ്യാറില്ല. ഇതിൽ നമ്മളിപ്പം കുക്കുംബറൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. പക്ഷെ നമുക്ക് അതിൽ പോളിനേഷൻ നടക്കണ്ട. പക്ഷെ തണ്ണിമത്തലിൽ ഞാൻ ഓരോ ദിവസവും പോളിനേഷൻ ചെയ്തിട്ടാണ് കായ ഉണ്ടാക്കുന്നത്. അതെ, ഹാൻഡ് പോളിനേഷൻ ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുക്കുംബറിൽ വേണ്ട, അത് പാർത്തനോകാർപ്പ് എന്നുള്ള വെറൈറ്റിയാണ്, സെൽഫ് വെറൈറ്റിയാണ്. പാവലിൽ നമ്മള് പാർത്തനോകാർപ്പല്ല, അത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെറൈറ്റി ആയിരുന്നു. പക്ഷെ അല്ല, നമുക്കിപ്പോ നിലവിൽ എല്ലാ വെറൈറ്റിയും നമുക്ക് പാർത്തനോകാർപ്പല്ല. അങ്ങനെയുള്ള കുക്കുംബർ, ക്യാപ്സിക്കം, വെണ്ട, പയർ ഇങ്ങനെയുള്ള വെറൈറ്റികൾ മാത്രമേ നമുക്ക് പാർത്തനോകാർപ്പായിട്ട് പറയാൻ പറ്റൂ. ബാക്കിയുള്ള എല്ലാം ആൺപൂവും പെൺപൂവും വിരിയുന്ന ചെടികളാണ്. ഇപ്പൊ ഇതിലുണ്ട്, നമുക്ക് കാണിക്കാം. ആൺപൂവ് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ആൺപൂവാ. ഇപ്പൊ ഇതൊരു ആൺപൂവാണ്. അത് എങ്ങനെ തിരിച്ചറിയാൻ? ആൺപൂവില് ഒരു പൂവ് മാത്രമേ കാണത്തുള്ളൂ. പെൺപൂവാണെങ്കിൽ അതിലൊരു കായും കൂടെ കാണും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആ പെൺപൂവില് ഈ അടിഭാഗത്ത് ചെറിയ കായുടെ കാണും. അത് ഇതിലും നല്ല എല്ലാത്തിലും അങ്ങനെയാണ്. അപ്പൊ ഇത് അവസാന ഘട്ടമായതുകൊണ്ട് ഇതില് ആൺപൂ പെൺപൂ തീർന്നു, ഏകദേശം കഴിഞ്ഞു. ഷമീറേ, പോളിഹൗസിൽ നമുക്ക് ഒന്നിലധികം തവണ കൃഷി ചെയ്യാം. അപ്പോൾ ഈ സീസൺ അല്ലാത്തപ്പോൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് നേട്ടം? സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് വില കൂടുതൽ കിട്ടും.
പിന്നെ അതുപോലെ നമുക്ക് എന്ന് വെച്ചാൽ അത് കൂടുതൽ പുറത്തുനിന്ന് സാധനങ്ങൾ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് വില കൂടുതൽ, ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ക്ഷമയുണ്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് പൊതുവെ എങ്ങനെയാണ്? മാർക്കറ്റിംഗ് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം മാർക്കറ്റ് ഒരു വിഷയമുള്ള കേസല്ല. കാരണം ഞാൻ എനിക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട്. ഞാൻ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്, റീറ്റെയിലും ഹോൾസെയിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തണ്ണിമത്തൻ ഞാനിപ്പോ ഇതിൽ നിലവിൽ ഇതെല്ലാം ബുക്കിംഗ് ആണ്. തണ്ണിമത്തൻ എല്ലാം ബുക്കിംഗ് ആണ്. അപ്പൊ ഓരോരുത്തർ ചോദിച്ചതനുസരിച്ച് ഇത് വിളയുന്ന അനുസരിച്ച് ഞാൻ എടുത്ത് കൊടുക്കുകയാണ്. ഇത് മാർക്കറ്റിലോട്ട് വിടാൻ ഞാൻ ഇല്ല. അതായത് എല്ലാം ഓൾറെഡി ബുക്ക്. ഇതാണ് കർഷകന്റെ നേട്ടം അല്ലേ? കുക്കുംബർ ഇത് ഏത് വെറൈറ്റിയാ ഷമീറെ? ഇത് KPSH നമ്മൾ കേരള യൂണിവേഴ്സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരള യൂണിവേഴ്സിറ്റിയുടെ വെറൈറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ അതാണ്. അല്ലാതെ വേറെ മോർദീവ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഉണ്ട്. അതിന് വിലയും കൂടുതല. അത് ഒരു വിത്തിന് 7 രൂപ വില ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു വിത്തിന് കേരള യൂണിവേഴ്സിറ്റി 1 രൂപയുള്ളൂ. വെരി ഗുഡ്. അപ്പൊ ഇത് നമുക്ക് ലാഭകരമാണ്. തീർച്ചയായും നമ്മുടെ പോളി ഹൗസിൽ കൃഷിയിലെ ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ് കുക്കുംബർ കൃഷി. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് കുക്കുംബറാണ്, ഇംഗ്ലീഷ് കുക്കുംബർ, പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മളെ വെള്ളരികളുടെ രാജാവാണ് കാരണം ഇത് മാർക്കറ്റിൽ ഡിമാൻഡുമാണ്. ഏറ്റവും വില ഉള്ള ഒരു കുക്കുംബറാണ്, വില കൂടിയതും. അതായത് നമ്മുടെ വിദേശ ഇനമാണ്. ഇതിപ്പോ ഒരു മൂട്ടിൽ നിന്ന് എത്ര കിലോ വരെ നമുക്ക് കിട്ടും? ഇപ്പൊ ഒരു ചെടിയിൽ വരുന്ന കാലിന്റെ അളവ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് 10 കിലോയ്ക്ക് മുകളിൽ കിട്ടും. പക്ഷെ നമ്മളിവിടെ കേരളത്തിന്റെ ക്ലൈമറ്റിൽ അത്രയും കിട്ടത്തില്ല. കാരണം ഇവിടെ ചൂട് കൂടുതലാണ്. അപ്പൊ നമുക്കതിന് ടെക്നോളജികൾ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം വരും. പക്ഷെ ഞാനിവിടെ നാച്ചുറൽ ആയിട്ടാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. പുതിയ അപ്ഡേഷൻ ഒക്കെ വരുന്നുണ്ട്, എക്സോസ് ഫാനും കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് ആവറേജ് ഒരു 3.5 കിലോ, ഒരു 4 കിലോ വരെ കിട്ടും. 4 കിലോ കുക്കുംബർ ഒരു ചെടിയിൽ നിന്ന് കിട്ടും. നഷ്ടം വരില്ല. നമുക്കൊരു ചെടിക്ക് ഒരു 3 കിലോയ്ക്ക് മുകളിൽ, ഒരു 2 കിലോയ്ക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിൾ. അതായത് നമുക്ക് കൃഷി വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല. നമ്മളെ ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മക്കളെ നോക്കുന്ന, ഇപ്പൊ വെളിയിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിന്റെ, അതായത് അവര് തിങ്ങി നെരിങ്ങാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും നമ്മൾ അവരെ കെയർഫുൾ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവരെ അതേപോലെ വിളവ് തരും. ഓക്കെ. റൊട്ടേഷൻ ഓഫ് ക്രോപ്പ് ആണോ അതോ പിന്നെ ഒരേ ഇനം തന്നെ ചെയ്യുന്നതാണോ പോളി ഹൗസിൽ നല്ലത്? പോളി ഹൗസിൽ എവിടെ ആയാലും കൃഷി ചെയ്യുമ്പോൾ ഒരു റൊട്ടേഷൻ നല്ലതാണ്. കാരണം മണ്ണിന് നമ്മൾ ഒരു അവസ്ഥ കൊടുക്കാതെ പല അവസ്ഥയിൽ പല ചെടികൾ വളർത്തണം. ഇപ്പൊ ഞാനിവിടെ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 2 സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇവിടെ കുക്കുംബറാണ്, അടുത്ത പ്രാവശ്യം ഇവിടെ പാവലോ പയറോ അങ്ങനെയുള്ള റൊട്ടേഷൻ. കൂടുതലും പയറാണ് ചെയ്യുന്നത്. പയറാണ് റൊട്ടേഷൻ ചെയ്യാൻ പറ്റിയൊരു വിളവ്. നൈട്രജന്റെ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ പയർ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെടികളിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം. പയർ ഈ വെർട്ടിക്കൽ ഫാമിങ്ങിന് അനുയോജ്യം. അതെ, പയർ ഇപ്പൊ കൃഷികളിൽ ഏറ്റവും ഈ പടരുന്ന ചെടികളെല്ലാം യഥാർത്ഥത്തിൽ വെർട്ടിക്കലാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ രീതികളനുസരിച്ച് എളുപ്പം, അതായത് നമ്മുടെ പണി എളുപ്പം അനുസരിച്ച് അവര് മറ്റേ പന്തലിടുന്നേ ഉള്ളൂ. വെർട്ടിക്കലാകുമ്പോൾ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ മുകളിലോട്ട് ഏണി വെക്കേണ്ടി വരും. ആ ഒരു ജോലി. പക്ഷെ നമ്മൾ പോളി ഹൗസിൽ വെർട്ടിക്കൽ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പന്തലിട്ട് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ പന്തല് നമുക്ക് സക്സസ് അല്ല. നേരത്തെ നമ്മളിവിടെ മറച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട്. ഇതിന്ന് കാ പറിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് ലാഡർ ഉണ്ട്. ലാഡർ വെച്ച് ഒരു അവസാന സ്റ്റേജൊക്കെ വരുമ്പോഴേ മുകളിലോട്ട് എത്തും. നമുക്ക് ഏകദേശം ഒരു 1.5 മീറ്റർ മുകളിലോട്ട് നമുക്ക് ഏണി വെക്കേണ്ടി വരും. ഇവിടെ ഇപ്പോ പാവല് 2 വെറൈറ്റി. ഇതിപ്പോ എത്ര മൂട് മൊത്തത്തിൽ പാവല്? ഇതിപ്പോ ഒരു 200 മൂട് വരും. 200 മൂട്, 100 മൂട് വീതം. ഷമീറെ, വിഷരഹിതമായ പച്ചക്കറിയാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി ഈ പോളി ഹൗസിൽ എന്താണ് ഷമീർ ചെയ്തിരിക്കുന്നത്? അത് നമ്മൾ ഈ പോളി ഹൗസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൂടാരത്തിലാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വെളിയിൽ നിന്നുള്ള കീടങ്ങളെ ആക്രമിക്കാത്ത രീതിയിൽ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ സേഫ് ടു ഈറ്റ്. അപ്പൊ ഞാൻ കഴിക്കുന്ന ഭക്ഷണം സേഫ് ടു ഈറ്റ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഞാൻ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവരെയും കഴിപ്പിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പൊ അതിൽ നമ്മളിവിടെ വിഷരഹിതമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് സാധാരണ പുറത്തുനിന്നൊന്നും വരാത്തതിന്റെ പേരിൽ നമുക്ക് ഇതിൽ പെസ്റ്റിസൈഡ് ഒന്നും അടിക്കേണ്ട വരുന്നില്ല.
അപ്പോൾ നമുക്ക് വന്നാലും ജൈവിക രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെ സേഫ്റ്റി വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഓർഗാനിക് എന്നുള്ള കൺസെപ്റ്റ് അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് മണ്ണ് സംരക്ഷിക്കുക, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതായത് മണ്ണ് സംരക്ഷണം എന്ന് പറയുമ്പോൾ മണ്ണിൽ കാർബൺ കൂട്ടുക. ഇപ്പം പല പോളിയൂസിനും കണ്ടിട്ടുള്ളത് ഒരു കൃഷി ചെയ്ത് ആ മണ്ണ് മാറ്റിയിട്ട് വേറെ കൃഷി ചെയ്യുന്ന രീതിയാണ് പലയിടത്തും ചെയ്യുക. ഒരിക്കലും പക്ഷെ അത് നമുക്ക് അഫോർഡബിൾ അല്ല. നമ്മളെ കേരളത്തിൽ നമുക്ക് ചിലവ് കുറച്ച് എങ്ങനെ കൃഷി ചെയ്യാം. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അത് മണ്ണൊരുക്കുന്ന രീതി മുതൽ ചെടി ഹാർവസ്റ്റിംഗ് വരെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഓർഗാനിക് കാർബണിൻ്റെ അളവ് കൂട്ടുക. അതായത് മണ്ണിൽ കമ്പോസ്റ്റിംഗ് സെറ്റപ്പാണ് ഞാൻ ഏറ്റവും ഫോളോ അപ്പ് ചെയ്യുന്നത്. ഞാനിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. മണ്ണ് എല്ലാ പ്രാവശ്യവും അടിച്ചിളക്കി മണ്ണിൽ ആവശ്യമായ ഏകദേശം ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റിന് 3 ടണ്ണോളം ഞാൻ ഓർഗാനിക് വസ്തുക്കളിൻ്റെ അകത്ത് കയറുന്നുണ്ട്. അത് കമ്പോസ്റ്റ് ആക്കിയാണ് ചെയ്തത്. അതിൽ കോഴിവളം വരും, ചാണകം വരും, ആട്ടിൻകാട്ടം വരും, പിന്നെ നമ്മൾ പച്ചില വളങ്ങൾ, ഇതെല്ലാം കൂടെ ഒരു കോർത്തിണക്കൊണ്ട് ഒരു കമ്പോസ്റ്റിംഗ് സെറ്റപ്പിലാണ് മണ്ണ്. ഇപ്പം എൻ്റെ മണ്ണ് നോക്കിയാൽ അറിയാം, ആ മണ്ണിലൊരു എന്താ പറയുക, ഒരു കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മണ്ണ് ഇങ്ങനെ കിടന്ന മണ്ണല്ല, ഇത് കൊണ്ടിട്ട മണ്ണാണ്. അപ്പൊ അതിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആവശ്യമായ മൂലകങ്ങൾ, ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ ഞാൻ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കാറുണ്ട്. വാരി കോരി കൊടുക്കുന്ന രീതിയല്ല, ഒരു ചെടിക്ക് വേണ്ട സാധനം നമ്മൾ ആ ലെവലിൽ കൊടുത്ത് ഒരു ചെടിക്ക് ഒരു അളവുണ്ട്, ആ അളവിൽ മണ്ണിനെ സംരക്ഷിച്ചിട്ടുകൊണ്ടാണ് ഞാൻ കൃഷി ചെയ്തത്. ഇപ്പം നമുക്ക് ഇതിൽ പെസ്റ്റിസൈഡിൻ്റെ ആവശ്യം, മണ്ണിൽ നിന്നുള്ള കീടങ്ങൾ ഇതിൽ ഉണ്ടാവാറുണ്ട്. പെസ്റ്റിസൈഡിൻ്റെ ആവശ്യം റെയറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഗ്രീൻ ലേബിൾ പെസ്റ്റിസൈഡ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് നമ്മളെ മനുഷ്യനോ ചെടികൾക്കോ അത് പ്രശ്നമുള്ളതല്ല. അതിനൊരു 2-3 ഡേയ്സ് ആയുസ് മാത്രമേ അതിനുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ചെടി വളരുന്ന സമയത്തെ അവരെ നമ്മൾ നല്ലതുപോലെ വളർത്തു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ പാവലിൻ്റെ പച്ചപ്പൊന്ന് നോക്കിയാൽ മതി. അത് ഏകദേശം 80 ദിവസം പ്രായമായ ചെടിയാണ്. വെളിയിൽ ചെയ്യുമ്പോൾ ഈ പച്ചപ്പ് കിട്ടാറില്ല. കാരണം ഇതിന് നമ്മൾ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ചെടി വളരാനുള്ള എല്ലാ മൂലകങ്ങളും അവർക്ക് അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കൃഷി രീതിയെ ഷമീറെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഷമീർ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? തീർച്ചയായും. ഇപ്പൊ നമ്മൾ അതിലൊരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വീഡിയോ. അതെ അതെ, വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ നമ്മള് ഈ ഒരു കൃഷി രീതിയിൽ ചെലവ് കൂടുതലാണ്. അപ്പൊ എന്നെ ഒരുപാട് ഒരു ദിവസം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 2 കോളെങ്കിലും കിട്ടാറുണ്ട്. വിദേശത്തുനിന്നും നമ്മളെ സ്വദേശിയായിട്ടും നമ്മളെ എല്ലായിടത്തുനിന്നും എനിക്ക് കോളുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇത് കാണുമ്പോൾ എല്ലാവരും ഇന്ന് നമ്മുടെ തൊഴിലെഴുതുക രീതി നമ്മളെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൃഷിയോടൊരു താല്പര്യം വന്ന് പലരും വരുന്നുണ്ട്. കാരണം നമ്മൾ ടെക്നോളജി മാറി. പക്ഷെ നമ്മൾ ടെക്നോളജി മാറിയെങ്കിലും നമ്മളെ 10% പോലും നമ്മളെ കേരളത്തിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് സത്യം. കാരണം അതിനുള്ളൊരു സാഹചര്യം ഇല്ല. അതുണ്ടെങ്കിലും അത് പല നാടയിലും കുരുങ്ങിക്കിടക്കുക. അപ്പം നമ്മൾ ചെയ്യാനുള്ളപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് പോരായ്മകളും ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു കൊടുക്കും. അപ്പം അതിൻ്റെ പോസിറ്റീവ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ നെഗറ്റീവും എടുക്കാൻ പറ്റൂ. അപ്പോൾ അത് മനസ്സിലാക്കി കൃഷി ചെയ്യുക. അപ്പം അതിന് വേണ്ട സഹായങ്ങളും ഇതൊരു ട്രെയിനിങ് വരെ ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു എന്നെ ഇതിൽ ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ ഫാമിലോട്ട് വരാനാണ് ഞാൻ പറയുന്നത്. സാധാരണ ഫാമിൽ ആരും അങ്ങനെ കയറ്റാറില്ല. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫാമിലെ ആൾക്കാരെ കയറ്റിയിട്ട് ഇതെങ്ങനെ ചെയ്യണം, ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞും കണ്ടും മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. ഫോണിൽ കൂടെ സംസാരിക്കുന്നതിലേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെ നേരിൽ ഇത് കാണിച്ചു കൊടുക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു കൃഷിയിലോട്ട് പോളിയോസ് ഫാമിങ്ങിലോട്ട് വരണമെങ്കിൽ ഞാൻ ആദ്യം കൃഷി ചെയ്യാനല്ല പറയുന്നത്, ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ടേ ഫാമിങ്ങിലോട്ട് വരാം. കാരണം നമുക്ക് മറ്റുള്ള കൃഷിയുടെ പോലെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുന്നതല്ല. ഇതിനെപ്പറ്റി ഒരു അറിവ് വേണം. ആ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിലോട്ട് എൻ്റെ ഞാൻ അറിവുണ്ടാക്കി. ഞാൻ ആദ്യം പോളിയോസ് റെൻ്റ് എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഈ ഒരു 1000 സ്ക്വയർ മീറ്ററിലോട്ട് വന്നത്. ഇത് സ്വന്തമായിട്ടാണ്? അതെ, ഇത് സ്വന്തമായിട്ടാണ്. ഞാൻ ആദ്യം റെന്റ് എടുത്ത് പഠിച്ചു. അതിനുശേഷം ഞാൻ ഈ പോളിയോസ് പലരും ചെയ്ത് മതിയാക്കുന്ന ഒരു സന്ദർഭങ്ങളിലാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം. ആ സമയത്താണ് ഞാൻ ഈ ഫാമിങ്ങിലോട്ട് വരുന്നത്. കാരണം എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി. കാരണം അതിന് ഉദാഹരണങ്ങളാണ് ഇന്നിതാ ഈ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ 1000 സ്ക്വയർ മീറ്ററിൻ്റെ 2 ഫാൻ ആൻഡ് ബേർഡ് സിസ്റ്റം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളൊരു സുഹൃത്താണ്. വളരെ സന്തോഷം. കാരണം വെറും 28 വയസ്സിന് താഴെ പ്രായമുള്ള ആളൊരു MBA കാരനാണ്. അപ്പോൾ ഒരു ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചിട്ട് കൃഷിയിലോട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ പുള്ളിക്കാരനെ പോയി കണ്ടപ്പം ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഈ തൻ്റെ ഇടം അതാ എടുത്ത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. അത് സാമ്പത്തികമായിട്ട് ഞാൻ പറയാമല്ലോ ഏറ്റവും ചിലവ് കൂടിയൊരു മേഖലയാണ്. അപ്പോൾ ആ സാമ്പത്തികം
SHM നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. നമ്മൾ സർക്കാരും അത്യാവശ്യം നമ്മുടെ കൃഷി വകുപ്പ് നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. കുറച്ച് ട്രെയിനിങ് എന്നുള്ളൊരു കുറവ് ഒഴിച്ചാൽ ബാക്കിയുള്ള സപ്പോർട്ടെല്ലാം അവർ തരുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഈ ഒരു ടേൺ കഴിഞ്ഞാൽ പൂനെയിലോട്ട് ഒരു ചെറിയൊരു വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഫാമിൻ്റെ പുതിയ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോളിയൂസ് കൃഷി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പൂനെ, അതായത് മഹാരാഷ്ട്ര ഭാഗത്താണ്. അപ്പോൾ എനിക്ക് ഈ വിത്ത് തരുന്ന മഹാരാഷ്ട്രയിലൊരു കമ്പനിയാണ്. അപ്പോൾ അവരെന്നെ ക്ഷണിച്ചിട്ടുണ്ട് കുറച്ച് കൃഷി രീതിയിൽ പഠിപ്പിക്കാനും. അപ്പോൾ അങ്ങനെ അടുത്ത മാസം ഞാൻ അതിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പുതിയ രീതികൾ മാറണമല്ലോ, നമുക്കിതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അടുത്ത ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഷമീറെ, ഈ പോളി ഹൗസ് ഫാമിങ് നഷ്ടത്തിലാണെന്നൊക്കെ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഷമീർ 6 വർഷമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതും 1000 സ്ക്വയർ മീറ്റർ, 1002 സ്ക്വയർ മീറ്റർ, എന്താണ് 1008 സ്ക്വയർ മീറ്റർ. ഇതിൻ്റെ മെയിൻ്റനൻസ് രഹസ്യം പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. വേറൊന്നുമില്ല, ഇത് പോളിയൂസ് പണ്ട് ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ മുതലാളിമാരാണ്, പ്രത്യേകിച്ച് ഏതായാലും കർഷകരല്ല. ഞാനും ഒരു കർഷകനല്ലായിരുന്നു, ഞാൻ ഇതിലോട്ട് കർഷകനായിട്ട് മാറുകയാണ് ചെയ്തത്. നമ്മൾ കർഷകനായി മാറണം. നമ്മൾ ഇതിനകത്ത് ചിലവ് കുറയ്ക്കുക, അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും. ഞാൻ പറഞ്ഞില്ല, 8 വർഷമായി, ഞാൻ 8 അല്ല 9ാമത്തെ വർഷം. ഞാൻ ഏകദേശം ഇപ്പോഴാണ് ഒരു 8 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഒരു പണിക്കാരനെ വെച്ചിട്ട്. അതുവരെ ഞാനാണ് ഇതിന്റെ സ്വന്തം. ഇത്രയും കാലവും ഷമീർ ഒറ്റയ്ക്കാണ്. അത്യാവശ്യം വലിയ പണികൾ വരുമ്പോൾ ഒരു സഹായിയെ വിളിക്കും എന്നല്ലാതെ, പിന്നെ എന്റെ ആദ്യകാലത്തിന്റെ കുറെ ഫ്രണ്ട്സുകളൊന്നും സഹായിക്കും. അവർക്ക് എപ്പോഴും വന്ന് സഹായിക്കാൻ പറ്റില്ല. ഈ ഒരു മനസ്സ് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിജയരഹസ്യം. നമ്മൾ സെൽഫ് ആവുക. നമ്മൾ മുതലാളി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല വേണ്ടത്. ഇന്ന് ഒരു കാലത്ത് നിന്ന് മുതലാളി എന്ന കൺസെപ്റ്റ് വിജയിക്കത്തില്ല. അത് പണ്ടത്തെ ആ അടിമക്കാലമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പയ്യൻ എൻ്റെ കൂടെ സഹായിക്കാനുണ്ട്. പിന്നെ കൃത്യമായിട്ട് പരിചരിച്ച് പോകണം. നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ്, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് കഴുകണം. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 മാസം കൂടുമ്പോൾ ഇത് കഴുകിയാലേ നമുക്ക് സൺലൈറ്റ് കറക്റ്റ് കിട്ടത്തില്ല. പലർക്കും ഇത് അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ ഈ പോളിയൂസ് മതിയാക്കുന്ന സമയത്താണ് ഞാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടാണ് വരുന്നത്, എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. ഇപ്പൊ എല്ലാ കാര്യവും ഞാൻ പഠിച്ചെന്നല്ല പറയുന്നത്. അത്യാവശ്യം ക്ലൈമറ്റ് കൺട്രോൾ എന്നുള്ള ഒരു സിസ്റ്റം മാത്രമേ എനിക്ക് ചെറിയൊരു പരാജയത്തിലുള്ളൂ. അതൊഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് സക്സസ് ആണ്. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ കറക്റ്റ് കൃത്യമായ ഇടവേളയിൽ ക്ലീനിങ് ചെയ്യണം. മുകളിലത്തെ ഷീറ്റ്, പ്രത്യേകിച്ച് UV ഷീറ്റ് ക്ലീൻ ചെയ്യണം. അതായത് സൺലൈറ്റ് താഴോട്ട് പഠിക്കണം. അൾട്രാ വയലറ്റ് ഒക്കെ കളഞ്ഞിട്ടല്ലേ വരുന്നത്. നമുക്ക് അതിന്റെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇത് കഴുകിയേ പറ്റും. അത് കൃത്യമായ ഇടവേളയിൽ നമ്മൾ ഇപ്പൊ അതിൽ കാണാൻ പറ്റും. പായൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പായൽ പെട്ടെന്ന് പിടിക്കും. അപ്പൊ അത് നമ്മൾ ആ പായലിനെ ഒഴിവാക്കുക, അത് കറക്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ UV ട്രീറ്റ് നടക്കത്തില്ല. പിന്നെ അതുപോലെ നമ്മളെ മണ്ണൊരുക്കല്, മണ്ണ് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യണം. അതായത് മണ്ണ് നമ്മൾ അടിച്ചിളക്കി എന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, മണ്ണ് എപ്പോഴും ജൈവാംശം നിലനിർത്തണം. പ്രത്യേകിച്ച് കാർബണിന്റെ അളവ് കൂട്ടണം. അത് കൂടിയ അളവിൽ മാത്രമേ നമുക്ക് ഈ ചെടികൾക്ക് അതിന്റെ പോഷകങ്ങൾ കിട്ടത്തുള്ളൂ. നമ്മൾ രാസവളം ഞാൻ ഉപയോഗിക്കില്ലെന്നല്ല പറഞ്ഞത്, നമുക്ക് ചെടിക്ക് വേണ്ട രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് കൃത്യ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം പക്കായി, അതായത് നമ്മൾ തിങ്ങിനെരിങ്ങുന്ന ചെടികൾക്ക് ആ സമയത്ത് കൃത്യമായ ഇടവേളയിൽ കൊടുക്കണം. രീതിയിൽ കൊടുക്കുന്നതാണ് എന്റെ വേര് വളരെയധികം പോകുന്നതല്ല. അല്ല, നമ്മുടെ ആ ഡ്രിപ്പ് ലൈനിൽ ആണല്ലോ പോകുന്നത്. ആ ഡ്രിപ്പ് ലൈനിൽ നിൽക്കുന്ന ഇതില് നമ്മൾ വളങ്ങൾ കൊടുക്കുക, മണ്ണ് റൊട്ടേറ്റ് ചെയ്ത് മണ്ണ് മറിക്കുക. ഓരോ കൃഷി 3 മാസം കഴിയും തോറും 1 മാസം ഞാൻ ഇടവേള കൊടുക്കും. പക്ഷെ മണ്ണിൽ എപ്പോഴും ഇടവേള കൊടുക്കലെന്നാണ് നേരത്തെ ശാസ്ത്രം. മണ്ണ് എപ്പോഴും നമുക്കിതിൽ ഒരു ചെടിക്ക് ആയുസ് 3 ഉള്ളൂ. അപ്പൊ ആ ആയുസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ 1 മാസം അധികം പോകും. ഒരു വർഷത്തിൽ 3 ക്രോപ്പ്. ആ ഇടയ്ക്ക് വരുന്ന 1 മാസം നമ്മൾ മണ്ണൊരുക്കും. പിന്നെ വളങ്ങളും ഈ കമ്പോസ്റ്റ് ഇതിനു മുമ്പ് കൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. കമ്പോസ്റ്റ് ഒരുക്കി ഒരു സൈഡിൽ ഞാൻ ഓരോ സൈഡിൽ ഇട്ടിട്ടുണ്ട് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി. അപ്പൊ അത് കമ്പോസ്റ്റ് നമ്മളെ മണ്ണിലോട്ട് കൊടുത്ത് മണ്ണിനെ റീകണ്ടീഷൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ കൃത്യമായ ഇടവേളയിൽ കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷി ചെയ്യാതെ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് നമുക്ക് ആദ്യം കിട്ടുമ്പോൾ നല്ല വിളവ് കിട്ടും. അടുത്ത പ്രാവശ്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല? നമ്മൾ ആ പ്രക്രിയയിൽ എവിടെയും ചെയ്യുന്നത്. ആ പ്രക്രിയ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ആ വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ UV ഷീറ്റിന്റെ ഒരു ആയുസ് ഉണ്ട്. ആ ആയുസ് ഇത് മാറണം. ആ സമയം കാലാവധി ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇത് ഏകദേശം മാറാനുള്ള സമയമായി വരും. ഷമീറെ, വെണ്ട ഇത് ഏതിനമാണ്? ഇത് മംഗലാപുരം ഊരുവെണ്ടയാണ്.
ഇത് ഇത് ആനക്കൊമ്പൻ പോലെ മംഗലാപുരത്ത് അവിടുത്തെ ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോ നമ്മുടെ സുഹൃത്ത് ഇനി കുറച്ച് തന്നതാണ്. അത് ഒന്ന് സംരക്ഷിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ വിത്ത് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് വിത്ത് എടുക്കാം. ഇത് ഹൈബ്രിഡ് അല്ല. അപ്പൊ ഈ വിത്തിന്റെ സെയിലും നമുക്ക് ഇതിന്ന് ഞാൻ ഇത് നമ്മൾ കുറച്ച് കർഷകർക്ക് കൊടുക്കും. അവര് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് സംരക്ഷിക്കുക, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്ത് സെയിൽ ഉണ്ടെങ്കിലേ അതൊരു വരുമാനം കൂടെയാണ്. ഇതിപ്പോ നമുക്ക് തന്ന ആള് നമ്മളെ തൃശ്ശൂരുള്ള ബാബുചേട്ടൻ റിട്ടയർഡ് അവിടുത്തെ ഫാമില്ല ജോലിക്കാരനായിരുന്നു. അവിടെ റിട്ടയർഡ് ആയ ആളാണ്. പുള്ളിക്കാരെ എനിക്ക് 100 വിത്ത് അയച്ചു തന്നത്. അതുപോലെ നമുക്ക് നമ്മളെ ഗ്രൂപ്പുകൾ വഴി നമ്മളെ ഗ്രൂപ്പ് വഴി ചോദിക്കുന്നവർക്ക്, അതായത് ചെയ്യുന്നവർക്ക് കൊടുക്കും. നമുക്ക് ഇത് വെറുതെ കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കാനുള്ള ഒരു സാധനമല്ല. ചെറിയ പ്രായത്തിൽ ഇത് ഏകദേശം ഒരു 28-30 ദിവസം ആയിട്ടുള്ളൂ. 30 ദിവസം കൊണ്ട് കായായി. ഷമീറെ, റെഡ് ലേഡി എത്ര കൊല്ലം കായ്ക്കുന്നു? ഇതിപ്പോ ഏകദേശം കഴിയാറായി മാഡം. ഇത് ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി. കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനെ വലിയ മെയിൻറ്റെയിൻസ് കൊടുക്കാതെ ആദ്യം ഈ സ്ഥലത്ത് ചെയ്തപ്പോൾ എനിക്ക് റെഡ് ലേഡി ഒരു മൊത്തവും ചെടിയും പോയി. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് താഴ്ന്ന ഇടമാണ്. ഞാൻ അങ്ങനെയാണ് വാരം കോരി ഇവിടെ സെറ്റ് ചെയ്തത്. അതിനുശേഷം കുഴപ്പമില്ല. ഇതിപ്പോ അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇതിന് എനിക്ക് നല്ല ലാഭമുള്ള ഒരു പരിപാടിയാണ്. ഇതിപ്പോ കിലോ എങ്ങനെ വില പോകുന്നു? ഇപ്പൊ ഹോൾസെയിൽ തന്നെ 40 കിട്ടുന്നുണ്ട്. റീറ്റെയിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ റീറ്റെയിലാണ് ചെയ്യാറ്. ഹോൾസെയിലൊക്കെ ഞാനൊരു 50-60 മൂട് വെച്ചതാണ്. ഇപ്പൊ അതിൽ നല്ല മൂടുകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ഇപ്പം ഇത് ഏകദേശം ഒഴിവാക്കാനുള്ള സമയം. അടുത്ത വെണ്ട ചെയ്യാനുള്ള ഒരു പണികൾ ഇവിടെ വെണ്ട ചെയ്യാനുള്ളത്. ഇത്രയും കൃഷി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഫ്യൂച്ചറിൽ എന്താണ് ഷമീറിന് കൃഷിയിൽ എന്തെങ്കിലും മാറ്റം, വേറെ ഏതെങ്കിലും ഇനങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേലിയുള്ളൊരു കൺസെപ്റ്റ് മാറ്റി ഇപ്പം വേലി, അതായത് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള സെറ്റപ്പ് നമുക്ക് വേലിയിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അതും ഒരു വലിയ വിപ്ലവം. അതായത് വേലിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സ്പേസ് പോകുന്നുമില്ല. അതെ, ഒരു കൃഷി അവിടെ ഒരു വിളവും നമുക്ക് നടക്കുമല്ലോ. വലിയ മെയിൻ്റെനൻസ് നല്ല രീതിയിൽ കൊടുത്താലും ഇല്ലെങ്കിലും നമുക്ക് ഒരുവിധം കൊണ്ടുപോകാൻ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലൊരിതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇപ്പം ഈ സൈഡുകളിൽ വേലിക്ക് പകരം ഞാൻ ഓരോ തൂണ് വെച്ചിട്ട് ഡ്രാഗൺ ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് ഇതിനകത്ത് വല്ല പരീക്ഷണവും നടത്താൻ താല്പര്യമുണ്ടോ? ചെയ്യാനുണ്ട്. ഒരു ഡെമോ ഒക്കെ ചെയ്യാനുള്ളൂ. നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്ലാനാണ്. ഇപ്പൊ പോളിയൂസ് പോലെ അത് തന്നെയാണ് അതിന്റെ ഒരു മറുവശമാണ് അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സ് ആണ് പോളിയൂസിൽ ചെയ്യാറ്. അത് നമുക്ക് ഇപ്പൊ 10 ലക്ഷം രൂപ സാധാരണ വരണമെങ്കിൽ അത് 20 ലക്ഷം രൂപ ചെലവ് വരും. നമുക്ക് എല്ലാം കൂടെ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആവുന്ന ഒരു സെറ്റപ്പിൽ എനിക്കൊരു ഡെമോ ചെയ്യണമെന്നുണ്ട്. അത് ചെയ്യണം. എല്ലായിടത്തും മാറ്റങ്ങൾ കൊണ്ടുവരിക. ഡെമോക്ക് വേണ്ടി ഞാനൊരു സെറ്റപ്പ് മോൾ ബാക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അത് ചെയ്യണമെന്നുണ്ട്. ആട് ഫാമൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മിശ്ര ഫാമിംഗ് സിസ്റ്റം, ഒരു ചെറിയൊരു ഡെമോ ഒരു കർഷകൻ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു മാതൃകാ ഫാം ആക്കി എടുക്കുന്ന ഒരു ആഗ്രഹം. അതായത് ഈ സംസ്ഥാന സർക്കാർ അവാർഡ് തന്നിരിക്കുകയാണ്. ഈ കൃഷിയിൽ എന്തെല്ലാം വിപ്ലവം വരുത്താൻ പറ്റുമോ നാം ആശിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ല. പിന്നെ പ്രയത്നം, നമുക്ക് സാമ്പത്തികം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. അത് ചെയ്യാൻ ഷമീർ കാണിക്കുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് ഇന്നത്തെ പഠിച്ച് ഇറങ്ങിയിരിക്കുന്ന യുവാക്കൾ വൈറ്റ് കോളർ ജോലിക്ക് പോകുന്നതിന് പകരം ഈ കൃഷി ഷമീറിനെ പോലുള്ള കർഷകരെ കണ്ട് പഠിക്കട്ടെ. ഷമീർ, യു ആർ റിയലി എ ജീനിയസ്. ഐ ആം പ്രൗഡ് ഓഫ് യു. ഷമീറിനെ കുറിച്ച് എനിക്ക് അഭിമാനമാണുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ഷമീറിനെ കുറിച്ച് കേട്ട ഉടൻ ഇവിടെ വന്നത്. ഇനിയും ഈ പാത ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് ഷമീറിൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം. ഇത് തസ്ലീമ. എന്ത് ചെയ്യുന്നു തസ്ലീമ? ലാബ് ടെക്നീഷ്യൻ. എവിടെ? DDRC അല്ലേ? ഓക്കെ. പിന്നെ ഇത് മക്കള്, ഇത് മോള് നഫീസത്തുൽ മിസ്രിയ, ഇത് മോൻ റാസിദ് അഹമ്മദ്. ഇനി ഷമീറിന്റെ ഉമ്മ. വാ, ഉമ്മയുടെ പേരെന്ത്? സലീന. ഷമീർ ഒന്ന് പരിചയപ്പെടുത്തി. ഉമ്മയുടെ പേര് സലീന. ഷമീറിന്റെ വാപ്പ പുറത്തു പോയിരിക്കുന്നു. ഇത് വാപ്പയുടെ പുരയിടമാണ്. കുടുംബ പുരയിടമാണ്. ഉമ്മ ഇങ്ങനെ ഒരു കൃഷിയിൽ ഇറങ്ങി തിരിച്ചാൽ അത് നൂതന ആശയങ്ങളുമായി കൃഷിയിലേക്ക് വന്ന ഷമീറിനെ പോലുള്ള ഒരു മകൻ ഉള്ളത് കേരളത്തിന് തന്നെ ഒരു വലിയ അഭിമാനമാണ്.
ഷമീറിൻ്റെ പോളി ഹൗസ് ഫാമിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒപ്പം അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.